CPI കൊല്ലം ജില്ലാ കൗൺസിൽ യോഗത്തിൽ സംസ്ഥാന നേതൃത്വത്തിന് രൂക്ഷ വിമർശനം. കഴിഞ്ഞ സമ്മേളനത്തിൽ രൂപവൽക്കരിച്ച സംസ്ഥാന സെക്രട്ടേറിയറ്റ് എന്ന ഘടകം എന്തിനാണെന്ന് മുതിർന്ന നേതാവ് ചോദിച്ചു. പാർട്ടിയിൽ തിരുത്തൽ തുടങ്ങേണ്ടത് താഴെ ഘടകത്തിൽ നിന്നല്ല മുകളിൽ നിന്നാണെന്നും അദ്ദേഹം പറഞ്ഞു. ജില്ലയിലെ പാർട്ടി CPMൽ ലയിക്കുന്നതാണ് നല്ലതെന്ന് മുതിർന്ന നേതാവ് പറഞ്ഞപ്പോൾ മറ്റുള്ളവർ മിണ്ടാതിരുന്നു. ജില്ലാ നേതൃത്വവുമായി അടുപ്പം പുലർത്തുന്ന കിഴക്കൻ മേഖലയിലുള്ള കൗൺസിൽ അംഗവും സംസ്ഥാന നേതൃത്വത്തെ വിമർശിച്ചതായാണ് വിവരം. തെരഞ്ഞെടുപ്പ് വിശകലനം എന്ന അജണ്ട ഉൾപ്പെടുത്താതെ മെമ്പർഷിപ്പ് അടക്കമുള്ള വിവരങ്ങൾ ചർച്ച ചെയ്യാൻ ചേർന്ന നേതൃയോഗത്തിലാണ് മുതിർന്ന നേതാവ് ഇങ്ങനെ പ്രതികരിച്ചത്. മറ്റുള്ളവർ ആരും തെരഞ്ഞെടുപ്പ് വിവരങ്ങൾ യോഗത്തിൽ ഉന്നയിച്ചില്ലെന്നാണ് അറിയുന്നത്. സംസ്ഥാന നേതൃത്വവുമായി സമീപകാലത്തായി ഭിന്നതയിലുള്ള മുതിർന്ന നേതാവാണ് രൂക്ഷ വിമർശനങ്ങൾ ഉന്നയിച്ചത്. ജില്ലയിലെ തെരഞ്ഞെടുപ്പ് ഫലം വിശകലനം ചെയ്യാൻ ജൂൺ 3, 4 തീയതികളിൽ ജില്ലാ എക്സിക്യൂട്ടീവും കൗൺസിലും ചേരാൻ തീരുമാനിച്ചു. ഈ യോഗങ്ങളിൽ സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം പങ്കെടുക്കും. ഇതിന് മുന്നോടിയായി മണ്ഡലങ്ങളിൽ സംസ്ഥാന നേതാക്കൾ പങ്കെടുക്കുന്ന വിശകലന യോഗങ്ങൾ നടത്തും. പാർട്ടി മത്സരിച്ച മണ്ഡലങ്ങളിൽ മാത്രമല്ല ജില്ലയിലെ മുഴുവൻ മണ്ഡലങ്ങളിലും വിശകലന യോഗങ്ങൾ നടത്താനാണ് തീരുമാനം. ജില്ലയുടെ ചുമതലക്കാരനായ സംസ്ഥാന എക്സിക്യൂട്ടീവ് അംഗം മുല്ലക്കര രത്നാകരൻ, ദേശീയ കൗൺസിൽ അംഗം ജെ ചിഞ്ചുറാണി, ജില്ലാ സെക്രട്ടറി PS സുബാൽ എന്നിവരുടെ സാന്നിധ്യത്തിലായിരുന്നു വിമർശനം. CPIക്ക് ശക്തമായ സ്വാധീനമുള്ള ജില്ലയാണ് കൊല്ലം. എന്നാൽ ഇത്തവണത്തെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ചാത്തന്നൂരിൽ BJP സീറ്റ് പിടിച്ചെടുത്തു. CPI സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം R രാജേന്ദ്രൻ്റെ സിറ്റിംഗ് സീറ്റായിരുന്നു അത്. തെരഞ്ഞെടുപ്പിന് നേതൃത്വം കൊടുക്കേണ്ട സെക്രട്ടേറിയറ്റ് അംഗങ്ങൾ മത്സരത്തിന് ഇറങ്ങുകയാണ് ഉണ്ടായത്. അതുകൊണ്ടാണ് ഈ പരാജയങ്ങൾ സംഭവിച്ചത് എന്നാണ് വിമർശനം. ചാത്തന്നൂരിൽ BJP സ്ഥാനാർത്ഥി വിജയിക്കാനുള്ള കാരണം CPI സംസ്ഥാന സെക്രട്ടേറിയറ്റാണ് എന്നും ആരോപണമുയർന്നു. അടൂരിൽ കെട്ടിയിറക്കിയ സ്ഥാനാർത്ഥിയാണ് നിന്നത്. വൈക്കത്തടക്കം സ്ഥാനാർത്ഥി നിർണയത്തിൽ പാളിച്ചുണ്ടായി. ഈ വിഷയങ്ങളിലെല്ലാം അടിയന്തരമായി ചർച്ചകൾ നടക്കണമെന്നാണ് ഇന്നലെ നടന്ന ജില്ലാ എക്സിക്യൂട്ടീവിലും മറ്റ് നേതൃയോഗങ്ങളിലും ഉയർന്നുവന്ന പ്രധാന ആവശ്യം. ന്യൂസ് ബ്യൂറോ, കണ്ണൂർ മീഡിയ. വിവാഹ പർച്ചേസുകൾക്ക് കുറഞ്ഞ പണിക്കൂലിയിൽ സ്വർണം മുൻകൂട്ടി ബുക്ക് ചെയ്യാൻ അഡ്വാൻസ് ബുക്കിംഗ് സ്കീം. പണിക്കൂലിയിൽ 50% വരെ ഡിസ്കൗണ്ട് നേടാൻ മൈ ഗോൾഡ് സേവിംഗ് സ്കീം. പണിക്കൂലി ഒന്നുമില്ലാതെ സ്വർണ്ണാഭരണം സ്വന്തമാക്കാൻ ഗോൾഡൻ പട്ട് സ്കീം. എന്നും വിശ്വസ്തയോടെ സ്വർണം സ്വന്തമാക്കാൻ ആരാധന ജ്വല്ലറി, കുവൈത്ത് ആൻഡ് കണ്ണൂർ.